ഫാദർ ജോസ് സെബാസ്റ്റ്യൻ ജലന്ധർ രൂപതയുടെ പുതിയ ബിഷപ്പ് ലിയോ 14 മാർപ്പാപ്പ നിയമന ഉത്തരവ് നൽകി. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ രാജിക്ക് ശേഷം രൂപത അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലായിരുന്നു. പാലാ കാളകെട്ടി സ്വദേശിയാണ് പുതിയ ബിഷപ്പ്. സജോ ദേവസ്യ നമുക്കൊപ്പം. സജോ ദേവസ്യ ഒരു മലയാളി തന്നെയാണ് അധികാരത്തിലേക്ക് വീണ്ടും എത്തുന്നത്. എന്തൊക്കെയാണ് നിയമനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ? സുജയ, പഞ്ചാബിലെ ജലന്ധർ രൂപതയുടെ പുതിയ അധ്യക്ഷനായാണ് ഫാദർ ജോസ് തെക്കഞ്ചേരിക്കുന്നേലിനെയും ലിയോ 14 മാർപ്പാപ്പ നിയമിച്ചിരിക്കുന്നത്. ഈ രൂപതയുടെ സമീപകാല ചരിത്രം നമുക്കറിയാം. മുൻ അധ്യക്ഷനായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീ നൽകിയ പീഡന പരാതിയെ തുടർന്ന് കേസ് നേരിടുകയും പിന്നീട് ആ കേസിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. പക്ഷേ തുടർന്ന് അതിരൂപത അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം മുംബൈ അതിരൂപതയുടെ ഓക്സിലറി ബിഷപ്പ് എമിരിറ്റസ് ആണ് അഡ്മിനിസ്ട്രേറ്റർ ആയി നിയമിക്കപ്പെട്ടത്. അങ്ങനെ ഈ കാലം അത്രയും അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായിരുന്നു ജലന്ധർ രൂപത. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന രൂപതയാണ് ജലന്ധർ. ആ ജലന്ധർ രൂപതയുടെ അധ്യക്ഷനായി ദീർഘകാലം ഫ്രാങ്കോ മുളയ്ക്കൽ പ്രവർത്തിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് തുടർ വിവാദങ്ങൾ ഉണ്ടായി. കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു പരാതി. പരാതിയിൽ കേസ് നടന്നത് അദ്ദേഹം അറസ്റ്റിലായി. പക്ഷേ വിചാരണയ്ക്ക് ഒടുവിൽ കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നതാണ്. അതിനുശേഷം അതിലെ ഒന്നാം സാക്ഷിയടക്കം ആ സന്യാസ സമൂഹം വിട്ട് പുറത്തു വരുന്നതും സമീപകാലത്ത് കണ്ടു. അങ്ങനെ വിവാദങ്ങളുടെ കേന്ദ്രമായി ജലന്ധർ രൂപത മാറി. അതിനിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം തുടർന്നു പോന്നിരുന്നത്. ഇതിനിടെയാണ് ലിയോ 14 മാർപ്പാപ്പ ചുമതലയേറ്റതിന് പിന്നാലെ പുതിയ നിയമനം നടത്തിയത്. അദ്ദേഹം പാലാ രൂപതാംഗമാണ്. പാലാ കാളകെട്ടി സ്വദേശിയാണ് ഫാദർ ജോസ് സെബാസ്റ്റ്യൻ തെക്കഞ്ചേരിക്കുന്നേൽ. അദ്ദേഹം ജലന്ധർ രൂപതയ്ക്ക് വേണ്ടിയാണ് വൈദിക വൃത്തി സ്വീകരിച്ചത്. നിലവിൽ അവിടുത്തെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്നതാണ് പ്രത്യേകത. റോമൻ കാത്തലിക് സഭയിലെ ലാറ്റിൻ ലിറ്റർജി പിന്തുടരുന്ന സഭയാണ്. അദ്ദേഹം പാലാ രൂപതാംഗമാണെങ്കിലും ജലന്ധർ രൂപതയ്ക്ക് വേണ്ടിയാണ് വൈദിക വൃത്തി സ്വീകരിച്ചത്. ദീർഘകാലമായി ജലന്ധർ രൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയുമാണ്. ഇതിനിടെയാണ് പുതിയ നിയമന ഉത്തരവ്. 63-കാരനാണ്, കോട്ടയം ജില്ലയിലെ കാളകെട്ടി സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ നിയമന ഉത്തരവ് പുറത്തിറക്കുകയും അദ്ദേഹം ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങ് മാത്രമാണ് നടക്കാനുള്ളത്. സുജയ. ഓക്കെ സജോ.